അമേരിക്കയിലെ നോർത്ത് കരോലിനയാണ് ഷെയ്ൻ പേജിൻ്റെ സ്വദേശം. മെത്തഡിസ്റ്റ് സഭയിൽ 18 വർഷത്തോളം പാസ്റ്ററായി സേവനം ചെയ്ത ഷെയ്ൻ പേജിൻ്റെ കത്തോലിക്ക സഭയിലേക്കുള്ള വരവ് ദീർഘനാളത്തെ വായനയുടെയും പഠനത്തിൻ്റെയും പരിചിന്തനത്തിൻ്റെയും പരിണിത ഫലമായിരുന്നു. സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും തിരുവെഴുത്തുകളും പരിശുദ്ധ കുർബാനയെക്കുറിച്ചും വിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നൽകിയ ഉൾക്കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ ഒരു വീണ്ടും ജനനത്തിന്, കത്തോലിക്ക സഭയിലേക്കുള്ള കടന്നുവരവിന് കളമൊരുക്കി. ഒരു വിശ്വാസിക്കും പരിശുദ്ധ മറിയത്തെ വേണ്ടവണ്ണം വണങ്ങാനാവില്ല എന്ന പ്രൊട്ടസ്റ്റന്റ് നേതാവ് മാർട്ടിൻ ലൂഥറിൻ്റെ വാക്കുകളും, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കാതിരിക്കാനാകില്ല എന്ന മറ്റൊരു പ്രൊട്ടസ്റ്റന്റ് നേതാവായ സ്വിംഗ്ലിയുടെ വാക്കുകളും ഈ യാത്രയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഊർജം നൽകി. പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ മറിയത്തിന് തന്നെ സമർപ്പിച്ച ഷെയ്ൻ പേജ് മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന വിശുദ്ധ യൗസേപ്പിനോടുള്ള ദൈവദൂതൻ്റെ വാക്കുകൾ തനിക്കും പരിശുദ്ധ മറിയത്തെ അവഗണിക്കുന്ന പരശതം പ്രൊട്ടസ്റ്റന്റുകാർക്കുമുള്ള തിരുവെഴുത്തിലെ ക്ഷണമാണെന്ന് ഏറ്റുപറയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന യേശുനാഥൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുന്നത് കുരിശിൻ ചുവട്ടിൽ അവിടുത്തെ അമ്മയെ നമുക്ക് അമ്മയായി നൽകുമ്പോഴാണ്. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നത് പരിശുദ്ധ മറിയത്തിലാണെന്ന് ഷെയ്ൻ പേജ് സാക്ഷ്യപ്പെടുത്തുന്നു.